ഏതൊരു വിദേശ സർവകലാശാലകളുമായി മത്സരിക്കാൻ പ്രാപ്തി നേടിയ കേരളത്തിന്റെ സ്വന്തം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പവലിയനും കൊല്ലത്തെ എന്റെ കേരളം പ്രദർശനമേളയിൽ തലയെടുപ്പോടെ കാണാം. കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പിറവിയും ചുരുക്കം കാലം കൊണ്ട് വളർന്നതും പുതുചരിത്രം. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ SLM എന്ന് വെച്ചാൽ എന്താണ്? SLM നിങ്ങൾ കേട്ടിട്ടുണ്ടോ? SLM നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്. പക്ഷേ SLM എന്നുള്ള ഒരു ടെർമിനോളജി കേട്ടിട്ടുണ്ടോ? ഒന്ന് ഗസ് ചെയ്യാമോ? 4 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഗസ് ചെയ്യാമോ? വെറുതെ ഒന്ന് ഗസ് ചെയ്യൂ. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. കറക്റ്റ്. പ്രായഭേദമന്യേ ഏതൊരാൾക്കും പഠിക്കാൻ അവസരം വെച്ച് നീട്ടുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല 21ാം നൂറ്റാണ്ടിലെ ഒരു വിസ്മയമാണ്. പഠിതാവിന്റെ പ്രായം അളവുപോലല്ല, മറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡി. ഇതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ മികച്ച ഓഫർ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം നമുക്ക് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവിനെ പറ്റിയിട്ട് മാം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പം അവിടെയുള്ള കോഴ്സസിനെ പറ്റി പറയും, പിന്നെ അത് നമുക്ക് തരുന്ന അഡ്വാൻറ്റേജസിനെ പറ്റി മാം വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നു. സ്വയം തയ്യാറാക്കിയ ടൂൾസും സിലബസും ജനപ്രതിനിധികൾക്കുള്ള ഭരണനിർവഹണ കോഴ്സുകളും തുടങ്ങി രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലെ കോഴ്സുകളും എക്സ്ക്ലൂസീവ് കോഴ്സുകൾ വരെ UGCയുടെ അംഗീകാരത്തോടെ വേഗതയിൽ തുടങ്ങി. നമ്മളിതൊരു പബ്ലിക് കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. പബ്ലിക്കിനെ അട്രാക്ട് ചെയ്യാൻ, അവർക്ക് ഒരു ജീവിതത്തിൽ ഒരു പുതിയ ലക്ഷ്യം നേടിക്കൊടുക്കാനാണ് നമ്മുടെ ഈ മാർക്കറ്റിംഗ്. നമ്മൾ വെറുതെ ഒരു സ്റ്റോള് ഇനാക്റ്റീവായിട്ട് നിന്നിട്ട് കടന്നു പോവുകയുള്ളൂ പബ്ലിക്. അപ്പോൾ ഒരു സാധാരണക്കാരനൊരു മനുഷ്യന് വിദ്യാഭ്യാസത്തിലൂടെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും നേടാനുള്ള ഒരു അവസരമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതിന് ഞങ്ങൾ ഇവിടുത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ്, ഞാൻ ഡോക്ടർ സോഫിയ, ഹെഡ് ഓഫ് സ്കൂൾ ഓഫ് ലാംഗ്വേജസ്, റീജിയണൽ ഡയറക്ടർ കൂടിയാണ്. എൻ്റെ കൂടെ ഈ അധ്യാപകർ ഈ ഒരു മാർക്കറ്റിങ്ങിന് ഇറങ്ങി നിൽക്കുന്നത് പബ്ലിക്കിന് ഒരു സേവനം കൂടിയാണ്. BA നാനോ എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം UGC അംഗീകാരത്തോടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി നടത്തുന്ന യൂണിവേഴ്സിറ്റിയായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാറി. BSSC മൾട്ടിമീഡിയ പ്രോഗ്രാം തുടങ്ങുവാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലും. നിലവിൽ 23 പഠന കേന്ദ്രങ്ങളിലായി 55,000-ഓളം പഠിതാക്കൾ. 5 റീജിയണൽ കേന്ദ്രങ്ങൾ യൂണിവേഴ്സിറ്റിക്കുണ്ട്. വരും വർഷങ്ങളിൽ 1 ലക്ഷം പഠിതാക്കളെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. എൻ്റെ കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു പവലിയനാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ സ്റ്റോള്. അവയർനെസ് നൽകുക വഴി ഏത് പ്രായത്തിലുള്ളവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അന്യമല്ല എന്ന് കാണിക്കുകയാണ് ഇവർ. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.